നമസ്കാരം, സ്റ്റാറ്റസ് റൂഫിങ്ങിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളുള്ളത് കോട്ടയം ഏറ്റുമാനൂരിലാണ്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 6 മീറ്റർ നീളവും 6 മീറ്റർ വീതിയിലും 2 വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് ആണ് ഇന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോയും കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടിരിക്കുകയാണ്. നമ്മളുള്ളത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ അടുത്താണ്. അലക്സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ ഒരു 2 പില്ലറിൽ ഒരു കാർ പോർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായി കാണും നമ്മൾ ഈ പ്രൊജക്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നമുക്ക് ആദ്യം സാറിനോട് തന്നെ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? വീട് അസ്വാമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നെ സെറ്റായി നിൽക്കുകയാണ്. നമ്മുടെ കാർ പോർച്ചിന്റെ കാര്യം ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൊതുവെ ഒരു 99% കസ്റ്റമറും ഹാപ്പി ആയിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ അവസാനിച്ച് പോകുന്നത്. ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് സാർ ഒന്ന് പറയാം. ഇവിടുത്തെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ എലവേഷനെ ബാധിക്കാതെ ഒരു കാർ പോർച്ച് വേണമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ ഇത് ആ വീടിൻ്റെ എലവേഷൻ യാതൊരു വിധത്തിലും ബാധിക്കാതെ, പില്ലറുകൾ ഇല്ലാതെ പാർക്കിങ്ങിനുള്ള സൗകര്യം, വീടിൻ്റെ എലവേഷനെ അഫക്റ്റ് ചെയ്തിട്ടില്ല, പില്ലറില്ല, സ്പേസ് നമ്മുടെ മുറ്റത്തിൻ്റെ സ്പേസ് പോയിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാ ബെനിഫിറ്റും പിന്നെ വീടിൻ്റെ ഐസ്തെറ്റിസിറ്റിയുമായിട്ട് ഒന്ന് യോജിച്ചു പോകുന്ന ആ കളറിങ്ങും അതിൻ്റെ എല്ലാ പാറ്റേണും ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി അത് കഴിഞ്ഞ് വന്നിട്ട് മഴയൊക്കെ വന്നിരുന്നു. എനിക്ക് യാതൊരു വിഷയം ഉണ്ടായിട്ടില്ല. കാറ്റുണ്ടായിരുന്നു, അതൊന്നും ഒരു വിഷയമായിട്ടില്ല. നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുകൊണ്ട് ഐ എം ടോട്ടലി ഹാപ്പി വിത്ത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വർക്കിംഗ് സമയത്താണെങ്കിലും കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ്? അല്ലാതെ അവർ പറഞ്ഞതിന് ശേഷം ആ പറഞ്ഞ ഷെഡ്യൂൾ അനുസരിച്ച് വന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് എൻ്റെ പാർട്ടിൽ നിന്ന് വന്നൊരു ഡിലേ അല്ലാതെ കമ്പനിയുടെ നിന്ന് യാതൊരു ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല. കറക്റ്റ് സമയത്ത് തന്നെ കംപ്ലീറ്റ് ചെയ്തു തന്നു. നമ്മൾ സ്ഥിരമായിട്ട് കസ്റ്റമറോട്, അതായത് പറഞ്ഞില്ല, അതായത് ഓൾമോസ്റ്റ് കേരളം മൊത്തം ചെയ്യുമ്പോൾ തുടക്കം മുതലേ ഞങ്ങൾ ചേഞ്ച് കൊണ്ടുവരുന്നത് നമ്മളെ സർവീസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കസ്റ്റമറുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവർ പറയുന്ന സജഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഓരോ ചേഞ്ചും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സാറിനൊരു മാറ്റം കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണ് ഞങ്ങൾ ഇതിൽ തോന്നിയിട്ടുള്ളത്? മാറ്റം എന്ന് പറഞ്ഞാൽ ഇതിപ്പം എനിക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഈ ഇതിന്റെ പുറകിലത്തെ ഡിസൈൻ ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ കളറിംഗ് ഒക്കെ ഞാൻ പറഞ്ഞ് മാറ്റിച്ചതാണ്. അതൊരു ഇതാണ്. പിന്നെ ബാക്കിയുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് മഴയൊന്നും ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ നനയുന്ന ഇതിലൊന്നും എനിക്കൊരു വിഷയമൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം എന്ന് പറയാൻ എനിക്ക് കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഒരു മാറ്റത്തെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ ആ സമയത്തുണ്ടായിരുന്ന നമ്മുടെ ടീമാണെങ്കിലും ഞങ്ങളെ സർവീസിനെ കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? സർവീസ് അവർ രാവിലെ വന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ലോക്കലി ഒരു സ്ഥലത്ത് പോയി താമസിച്ച് 2 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടാണ് അവർ പോയത്. അങ്ങനത്തെ ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല. വർക്കേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പമില്ല. അത് നമ്മൾ തന്നെ സാധാരണഗതിയിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. അതായത് വർക്കേഴ്സിന്റെ ഒരു ട്രെയിനിങ് ഇല്ലായ്മ ശരിക്കും പല ഫീൽഡിലും അവരങ്ങ് ഏറ്റെടുക്കും. പിന്നെ വരുന്നത് വേറെ ആളുകളായിരിക്കും. അവരുടെ ആ ഒരു കോർഡിനേഷൻ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നല്ല ബുദ്ധിമുട്ട്. അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ ഈ വർക്ക് ചില ഡിലേ ആയതിനനുസരിച്ച് അവരോട് പറഞ്ഞത് ഇപ്പം വേണ്ട. അത് മാത്രമല്ലാതെ എനിക്ക് വേറൊരു ഡിലേ ആയിട്ടൊന്നും അവരുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു പെയിന്റിങ് മാത്രം, വൈറ്റ് പെയിന്റിങ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്ത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. അത് ഈ ഒരു ബ്ലാക്ക് കളർ, അതായത് ബ്ലാക്ക് കളറിലാണ് കൊണ്ടുവന്നത്. ഇത് അവരുടെ ശ്രദ്ധിച്ചിരുന്നു, നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ബ്ലാക്ക് വന്നിട്ട് പിന്നെ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ കുറച്ച് ടൈം, അത് മാത്രമേ ഉള്ളൂ. അത് ഒരു ഇമ്മെറ്റീരിയൽ. ഇവിടെ എനിക്ക് തോന്നിയത് ഏറ്റവും ഹൈലൈറ്റ് ഈ കളർ തീമാണ്. കളർ തീം കറക്റ്റ് ഫാബ്രിക് ആണെങ്കിൽ ഈ വീടിന്റെ കളർ നല്ല. പിന്നെ ഒരു മുറ്റം അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ വീടിന്റെ ഒരു ടോട്ടൽ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ. ഇപ്പോ താമസക്കായിട്ട് എത്ര? 2 മാസമായുള്ളൂ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതുപോലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാർ പോർച്ച് സംബന്ധമായിട്ടുള്ള വീട്ടില്, അതായത് ഒരു പ്രത്യേക കൺസെപ്റ്റിൽ വരുന്നതാണ് ടെൻസൈൽ റൂഫിങ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള അറിവുകളും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.